കണ്ണൻ ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഞാൻ കട്ടിലേ ഇരുത്തിയിട്ട് ഒരു പേനയും ബുക്കും കൂടെ കൈ കൊടുത്തേ. പിന്നെ ദോശ ചുട്ടിട്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ദോശയും ചുട്ടു, കൂടെ ഇത്തിരി കട്ടൻ ചായയും കൂടെ വെച്ചു കേട്ടോ. അവന് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഇച്ചിരി കട്ടൻ ചായ കൊടുക്കുവേ. അങ്ങനെ കട്ടൻ ചായയും ദോശയൊക്കെ സെറ്റാക്കി. അപ്പം ആദ്യം ഞാൻ ഇച്ചിരി ചമ്മന്തി കൂട്ടിയാണ് കൊടുത്തത്. അപ്പോൾ അവൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അവൻ തന്നെ കുറച്ച് നേരം കഴിച്ചു. പിന്നെ ഞാനും കൂടെ ഇടയ്ക്ക് ഓരോ വാ വെച്ച് കൊടുക്കുവേ. പിന്നെ ചായയും തിളച്ചു കേട്ടോ അപ്പോഴേക്കും. പിന്നെ അവനുള്ള ചായ ഞാൻ ചൂടാറാൻ വെച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ അപ്പത്തിന്റെ മാവ് ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മാവായിട്ടിരുന്ന് ആർക്കും വേണ്ട. അപ്പം ഞാൻ ഇത്തിരി തേങ്ങയും ഏലക്കയും കൂടെ ചതച്ചിട്ടിട്ട് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അതുമ്പോൾ വട്ടയപ്പം പോലെ ഉണ്ടാക്കാമെന്ന് ഓർത്താണ്. പക്ഷെ വട്ടയപ്പം പോലെ ഉണ്ടാക്കാനുള്ള വട്ടത്തിലുള്ള പാത്രം ഞാൻ നോക്കിയപ്പോൾ അത് ഇഡ്ഡലിത്തട്ടിൽ ഇറങ്ങുന്നില്ല. പിന്നെ ഞാനത് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇഡ്ഡലിയുടെ തട്ടില്ല അതിനകത്തേക്ക് തന്നെ. അങ്ങനെ ആ 2 തട്ടിൽ വെക്കാനുള്ളതേ ഉണ്ടായുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ച് വെച്ചു. പക്ഷേ ഇത് എപ്പോഴത്തേക്കാ വേവുന്ന, എത്ര സമയം എടുക്കുന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്നു നോക്കിയിട്ട് ഇങ്ങനെ കുത്തി നോക്കും. അപ്പോൾ കുത്തി നോക്കി കഴിയുമ്പം അതിനകത്തേക്ക് ഇങ്ങനെ പറ്റി പിടിക്കുന്നില്ലാത്ത പാകമാകുമ്പോഴാണ് വേവുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം കുത്തി നോക്കി. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വെന്തു കേട്ടോ. നല്ല മയം ഉണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് എപ്പോഴോ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാണ് ഉണ്ടാക്കണേ. പിന്നെ അതും കട്ടൻ ചായയൊക്കെ ആയിട്ട് ഞാനും കണ്ണും കൂടെ മേളിൽ വന്നിരുന്നിട്ട് കഴിച്ചു കേട്ടോ. അപ്പം അപ്പത്തിൻ്റെ മാവൊക്കെ മിച്ചം വരുമ്പം അപ്പം ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർ കഴിക്കും. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. ബൈ.